എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതിയും ശ്രുതിയും വർഷയൊക്കെ പൊങ്കലിട്ടോണ്ടിരിക്കുകയാണ്. ഈ സമയം കലാവതി മുത്തശ്ശി അതെല്ലാം നോക്കി നിൽക്കുകയാണ്. മുത്തശ്ശിക്ക് മനസ്സിലായി രേവതി നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം അതിൻ്റെതായ കാര്യത്തിന് ചെയ്യുന്നത്. പിന്നീട് സച്ചിയോട് പറഞ്ഞു, ദേ നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ തന്നെയാ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നത്. നിന്നെ വളർത്തി വലുതാക്കി ഞാനല്ലേ, അപ്പൊ അതുകൊണ്ട് നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയെന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? അച്ഛമ്മയെ വളർത്തി വലുതാക്കിയത് കൊണ്ടാണോ സച്ചിക്ക് നല്ലൊരു ബന്ധം കിട്ടിയെന്നൊക്കെ പറഞ്ഞ്? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയത് ആരാ? അമ്മയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അതിനുകൊണ്ട് എന്താ കുഴപ്പമുണ്ടായത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കാം. ഒരു പ്രശ്നവും അതുകൊണ്ട് എന്താ രണ്ടുപേരും ഓടിപ്പോയി കല്യാണം കഴിച്ചില്ലെന്ന് ചോദിക്കുക. രണ്ടുപേരും നല്ല ഓട്ടക്കാരന്മാരായില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, അത്രയ്ക്ക് നീ വല്ല കൊച്ചാക്കൊന്നും വേണ്ട. അതുകൊണ്ട് എന്താ രണ്ട് നല്ല പെൺകുട്ടികളെയല്ലേ മരുമക്കളായിട്ട് എനിക്ക് കിട്ടിയെന്ന് ചോദിക്കാം. കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ നീ കൂടുതലൊന്നും പറയണ്ട ചന്ദ്ര എന്ന് പറയുവാണ്. ഇത് കേട്ട് കഴിയുമ്പത്തേനും ചന്ദ്രമതി പിന്നെ ഒന്നും മിണ്ടിയില്ല. ഈ സമയം വർഷ ഇരുന്ന് അടുപ്പിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ്. തീ ശരിക്കും കത്തുന്നില്ല. വർഷയുടെ കണ്ണിനകത്താണെ പുക പോയി. പെട്ടെന്ന് രേവതി ചോദിച്ചു, എന്ത് പറ്റി വർഷ? കണ്ണി പുക പോയെന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് നീങ്ങുവാണ്. ഓടിയപ്പത്തേനും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് ചെന്നു. ഇങ്ങോട്ട് വാ, ഞാൻ തൂത്താരെന്നൊക്കെ പറഞ്ഞിട്ട് പോയി തൂത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കലാവതി മുത്തശ്ശി ശ്രദ്ധിച്ചു. ആ സമയത്ത് ശ്രുതി എന്ത് ചെയ്യുവാണ്? ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നു. ശ്രുതി അങ്ങോട്ടേക്ക് എന്നിട്ട് അടുപ്പിൽ ഊതുവാണ്. അടുപ്പിൽ ഊതി കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ കണ്ണിനകത്തേക്കും പുക വന്നു. പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പത്തിന് ശ്രുതി പോയി ശ്രുതിയോട് പറഞ്ഞു വേണ്ട കേട്ടോ, നീ ഇങ്ങോട്ട് മാറിയിരിക്കാനൊക്കെ പറയണം. കണ്ണിനകത്ത് വെറുതെ പുകയൊന്നും കയറ്റണ്ടെന്ന് പറയണം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പത്തേനും കലാവതി മുത്തശ്ശി പറഞ്ഞു, മോളെ രേവതി നീ ആ അടുപ്പിലൊന്ന് ഊതി കൊടുക്കാൻ പറയണേ. രേവതി ഊതി, നല്ല ഫസ്റ്റായിട്ട് ഊതി. അടുപ്പ് തീ പിടിച്ചു. കണ്ടില്ലേ? ഇതാ പറഞ്ഞേ, ഓരോ ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതികളുണ്ട്. അതിൻ്റെതായ രീതിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. രേവതി തീ ഊതിയപ്പോൾ കണ്ടില്ലേ തീ കത്തിയത്? ഇതാ ഞാൻ പറഞ്ഞേ, ഒരു നല്ല മരുമോളെ തന്നെയാ സച്ചി നിനക്ക് കിട്ടിയെന്നുള്ളത്. ഇത് കേട്ടപ്പം ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ശ്രുതി നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും ബീരാൻ അവിടെ നല്ല ഉറക്കമാണ്. ബീരാനെ തട്ടി വിളിച്ചു. ബീരാനപ്പം ഞെട്ടി എഴുന്നേക്കാണ്. എന്താ മോളെ എന്താന്ന് ചോദിക്കുകയാണ്. അതെ നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞേ. എന്തിന്? അവിടെ പൊങ്കലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ വന്നിട്ട് നിങ്ങളൊരു അക്ഷരം പോലും മിണ്ടിപ്പോയേക്കളെന്ന് പറയണം. എന്നെ നാണം കെടുത്തുന്ന എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയാം. അയ്യോ മോളെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയാണ് മോളെന്റെ പെർഫോമൻസ് കാണാനായിട്ട് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ ഞാൻ പെർഫോം ചെയ്തോളാം. മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. മോൾക്ക് ഒരു നാണക്കേട് ഞാൻ വരുത്തി വെക്കില്ല എന്ന് പറയാം. അത്ര എനിക്ക് കേട്ടാൽ മതി. എങ്ങാനും അവിടെ വന്നിട്ട് വല്ല ചളിവർത്താനം പറഞ്ഞ് എന്നെ നാണം കെടുത്തിയാ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ബാക്കി പറയാന്ന് പറയണം. വരാൻ പറയാണ്. അങ്ങനെ അയാളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ്. ബീരാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പൊങ്കലുണ്ട്, അവിടെ മലേഷ്യയിൽ ഈ പൊങ്കലും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിക്കണം. പൊങ്കലുണ്ടോന്നോ? അവിടെ മലേഷ്യയിൽ ഈ പൊങ്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ പൊങ്കലിന്റെ സമയത്ത് ബിസിനസ്സും കാര്യങ്ങളും കുറച്ച് ഡള്ളായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. സാധാരണഗതി പൊങ്കലിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കണേ. പെട്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി, നാ വെടുത്തിട്ടുണ്ടെങ്കിൽ എന്തേലും ഇങ്ങനത്തെ കോമാളിത്തനങ്ങളൊക്കെ പറയുള്ളൂ, എങ്ങനെയും രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. പെട്ടെന്ന് ശ്രുതി ആടിക്കറി പറഞ്ഞു, അത് പിന്നെ അമ്മേ എന്താ ഇളയച്ചൻ പറഞ്ഞെന്നറിയോ, ഈ പൊങ്കലിന്റെ സമയത്ത് കടയൊക്കെ അടച്ചിടുമല്ലോ, അപ്പൊ അതുകൊണ്ട് കച്ചവടമൊക്കെ കുറവാ, അതാ ഉദ്ദേശിച്ചെന്ന് പറയാം. ഓ അതായിരുന്നോ, ഞങ്ങൾ വിചാരിച്ചു എന്ന് ഓർക്കാണ്. പിന്നീട് പൊങ്കലൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ ഇടുവാണ്. ഗംഭീരമായിട്ട് ഇട്ടതിന് ശേഷം പൊങ്കൽ വിളമ്പി എല്ലാവർക്കും കൊടുക്കുവാണ്. എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഭയങ്കര ജാടയോട് കൂടിയിട്ടാണ് ഇളയച്ചനായ ബീരാൻ ഇങ്ങനെ ഇരിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബീരാൻ പറഞ്ഞു, പൊങ്കലൊക്കെ കൊള്ളാന്ന് പറയാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ എന്റെ നേതൃത്വത്തിലല്ലായിരുന്നോ എല്ലാം നടന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കലാവതി മുത്തശ്ശി ഒന്ന് ചന്ദ്രമതിനെ ഒന്ന് നോക്കുവാണ്. ചന്ദ്രമതി പെട്ടെന്ന് അവിടെ എസ്കേപ്പ് ആവുകയാണ്. ഈ സമയത്ത് ബീരാൻ പറഞ്ഞു, കൊള്ളാം പൊങ്കലൊക്കെ കൊള്ളാം, പക്ഷെ ഇതിൻ്റെ കൂടെ നല്ല മട്ടൻ കറിയും കൂടെ ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു പറയാണ്. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. പൊങ്കലിൻ്റെ കൂടെ മട്ടൻ കറിയോ? ഈ സമയം ശ്രുതി പറഞ്ഞു, ഇതെന്ത് കോമ്പിനേഷന്? കാരണം പൊങ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഇട്ട കഞ്ഞിയാണല്ലോ. അപ്പൊ ശർക്കര കഞ്ഞിയുള്ള എങ്ങനെ മട്ടൻ കറി കോമ്പിനേഷനാവും? ആർക്കും ഒന്നും പിടികിട്ടിയില്ല. ആ സമയത്ത് മഹേഷ് സച്ചിയോട് പറഞ്ഞു, നോക്കടാ സച്ചി നോക്ക്, ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇയാൾ നമ്മുടെ നാട്ടുഭാഷയിൽ തന്നെ സംസാരിക്കുന്നത്, ഇയാൾ മലേഷ്യക്കാരനാണെന്നും എനിക്ക് തോന്നില്ലെന്ന് പറയണം. സച്ചി പറഞ്ഞു, വരട്ടെ നമുക്ക് കണ്ടുപിടിക്കാന്നൊക്കെ പറയണം. ഈ സമയം ശ്രുതിക്കാണെങ്കിൽ ആകെപ്പെടെ സങ്കടവും ദേഷ്യമൊക്കെ വന്നു. എന്ത് കണ്ടോണാ ഇയാൾ ഇങ്ങനെയൊക്കെ പറയണേ. പെട്ടെന്ന് ശ്രുതി ആടിക്കറി പറഞ്ഞു, അത് പിന്നെ ഇളയച്ചനൊരു തമാശ പറഞ്ഞാന്ന് പറയണം. ഓ അങ്ങനെ തമാശ പറഞ്ഞല്ലേ, ഞങ്ങൾ വിചാരിച്ചു അത് സീരിയസ് ആയിട്ട് പറഞ്ഞായിരിക്കും എന്ന് പറയണം.
പിന്നീട് ശ്രുതി ദേഷ്യപ്പെട്ടെന്ന് നോക്കുവാണ് വീരാന് കാര്യം മനസ്സിലായി, താൻ പറഞ്ഞ അബദ്ധമാന്നുള്ള രീതിയിൽ. പിന്നീട് അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വിശ്രമിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ സമയം ശ്രുതി കൊണ്ടുവന്ന വെറ്റിലെ പാക്ക് കൊണ്ടുവന്ന് മുറുക്കാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മുറുക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ മുറുക്കാനായിട്ട് മുത്തശ്ശിക്കൊക്കെ എല്ലാം കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി എടുത്ത് ബീരാനും എടുത്തു. പിന്നെ അവരൊക്കെ എടുക്കുകയാണ്. രവീന്ദ്രനൊക്കെ എടുത്ത് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബീരാൻ ചെന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു, അല്ല പിന്നെ നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണമെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല. ശ്രുതി ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുവാണ്. സച്ചി പറഞ്ഞു, എന്ത് ബിസിനസ്? അവന് പാർക്കിൽ പോയി കടല കുറിക്കുന്ന ബിസിനസ് ആയിരുന്നു, അതായിരുന്നു ഉദ്ദേശമെന്ന് ചോദിക്കണം. ഈ സമയം ശ്രുതി പറഞ്ഞു, സച്ചി നീ ഒന്ന് പിന്നെ ഉള്ളത് പറയുമ്പോൾ നീ എന്തിനാ കിടന്ന് തുള്ളണേന്ന് ചോദിക്കണം. ചന്ദ്രമതി ഇവിടെ, സച്ചി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. എന്തിനും മിണ്ടായിരിക്കണം, ഞാൻ ഉള്ള കാര്യമല്ല പറഞ്ഞതെന്ന് ചോദിക്കണം. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അത് പിന്നെ അങ്കിളെ ഒരു കാര്യമുണ്ട്, എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ജോലിയൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ജോലി അറിയാവുന്നേ? എന്തെങ്കിലും ജോലി അറിയാം? പാർക്കിൽ പോയി ചുമ്മാ കിടന്ന് ഉറങ്ങാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ, അത് കൂടെ നിനക്ക് ഒരു ജോലിയെങ്കിലും അറിയാവുന്ന ചോദിക്കുക. ഇത് കേട്ടതും ശ്രുതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ ഒരു പക്ഷെ ശ്രുതിയുടെ ഇളയച്ചൻ വിചാരിക്കുവാണെങ്കിൽ നല്ലൊരു ജോലി തന്നെ അവനെ കിട്ടുമെന്ന് പറയാണ്. എന്ത് ജോലി? അല്ല അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ്സും കാര്യങ്ങളും, ശ്രുതിയുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തേലും പറഞ്ഞ് കുറച്ച് പണം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ശ്രുതി ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുമല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ബീരാൻ പറഞ്ഞു, അതാണോ കാര്യം? അത് പിന്നെ ആന്റി അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ശ്രുതിയുടെ അച്ഛന്റെ കാലശേഷം ആ ബിസിനസ്സൊക്കെ നോക്കി നടത്തേണ്ട ആരാ? എന്റെ ചേട്ടന്റെ കാലശേഷം എല്ലാം നോക്കി നടത്തേണ്ട ഈ നിൽക്കുന്ന ശ്രുതിയല്ലേ? പിന്നെ എന്തിനാ ഇവനെ തനിച്ചൊരു ബിസിനസ്? ഒറ്റ മോളല്ലേ ശ്രുതിയുള്ളൂ, പിന്നെ ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ഇവനല്ലേന്ന് ചോദിക്കുക. ചന്ദ്രമതി ഒരടിയും കൂടെ അങ്ങോട്ട് പൊങ്ങി. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയം ശ്രുതി ഓർത്ത്, എന്റെ ഭഗവാനെ ഇയാൾ എന്തൊക്കെ വീമ്പ പൊടിച്ചു വിടുന്നേ, ഈ ദൈവമേ ഇനി എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കുമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ആകെപ്പാടെ ഒരു ടെൻഷനായിപ്പോയി. ഈ സമയം സച്ചി പറഞ്ഞു, അങ്ങനെ എന്തേലും ബിസിനസ്സും കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴത്തേനും അത് പൊട്ടി പാളീസായിപ്പോ. ഇവന്റെ കയ്യിലല്ലേ, ഇവനതിന് ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ അറിയാമെങ്കിലല്ലേ കുഴപ്പമുള്ളെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, സച്ചി വേണ്ട കേട്ടോ, വെറുതെ ശ്രുതിനെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയണം. സച്ചി പറഞ്ഞു, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട സച്ചി, നീ ആയിട്ട് ഇനി നല്ലൊരു ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറയണം. സച്ചി പറഞ്ഞു, ഞാനായിട്ടൊന്നിനും പോകുന്നില്ല എന്ന് പറയാണ്. അല്ല, ചന്ദ്രമതി ചോദിച്ചു, ഇത്ര നാളായിട്ടും എന്താ ഈ പറഞ്ഞ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ട് വരാത്തേന്ന് ചോദിക്കണം. അതോ, ശ്രുതിയുടെ അച്ഛൻ എപ്പോഴും പണം പണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളെന്ന് പറയാണ്. പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്തിനാരെ പറയുന്നു, വീണ്ടും ഫ്രണ്ടിൽ ATM മെഷീൻ തന്നെ അതിനുവേണ്ടി വെച്ചിരിക്കുമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ATM മെഷീൻ? അതെ, പണത്തിന് വേണ്ടിയിട്ട്, പണം എപ്പോഴും ഇടാനും എടുക്കാനും ഒക്കെ ആയിട്ട് ആവശ്യത്തിനായിട്ടെ. ദൈവമേ, ശ്രുതി ആകെപ്പാടം നാണം കെട്ടി നിൽക്കുകയാണ്. ഇയാൾ മിക്കവാറും ഇങ്ങനെ ഈ ഉള്ള വർത്താനം എല്ലാം പറഞ്ഞ് മനുഷ്യന് നാണം കെടുത്തും തോന്നുന്നത്. എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ശ്രുതി പെട്ടെന്ന് ഇളയച്ചാന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബീരാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുമ്പോളെ ആരുടാണെങ്കിലും പറയും, അല്ലെങ്കിൽ തന്നെ ഇവളുടെ അമ്മ മരിക്കാനുള്ള കാരണം എന്താ? അതെ, എന്റെ ചേട്ടനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണം പണം എന്ന് പറഞ്ഞ് പണത്തിന്റെ പുറകെ നടന്നു. അവസാനം ഈ നിൽക്കുന്ന ശ്രുതിമോളുടെ അമ്മേനെ ശരിക്കും നോക്കി പോലും ഇല്ലെന്ന് പറയണം, പണത്തിന്റെ പുറകെ നടന്നുകൊണ്ട്. പെട്ടെന്ന് കലാവതി മുത്തശ്ശി ചോദിച്ചു, അതെന്ത് പറ്റി? അത് പിന്നെ എന്താന്ന് വെച്ചാൽ അസുഖം വന്നൊന്നും അറിഞ്ഞൊന്നുമില്ല, ഏട്ടൻ ശ്രദ്ധിച്ചും കൂടെ ഇല്ല. അങ്ങനെ അവിടെ അസുഖമായിട്ട് ശ്രുതിയുടെ അമ്മ കിടന്നു. അവസാനം കിടന്ന് ചോര ഛർദ്ദിച്ച മരിച്ചതെന്ന് പറയാണ്. ഇത് കേട്ട് ശ്രുതി പടം ഞെട്ടിപ്പോയി. ശ്രുതിയുടെ മനസ്സിലേക്ക് അമ്മയുടെ മുഖം വരുവാണ്. ദൈവമേ, അമ്മയ്ക്കൊരു കുഴപ്പമില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്, ഇയാൾ തന്റെ അമ്മേനെ പറഞ്ഞ് കൊല്ലിക്കുമോ എന്നൊരു ചിന്ത വന്നപ്പോഴത്തേനും ശ്രുതി ഇളയച്ചാന്ന് വിളിക്കുകയാണ്. മോളും മിണ്ടായിരിക്കുക, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറയാണ്. പാവമായിരുന്നു ശ്രുതിയുടെ അമ്മ, എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം അച്ഛൻ ഇങ്ങനെ ഈ ഒരു നെറുകേട് കാണിച്ചുകൊണ്ട് ശ്രുതിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല. അന്ന് മുതൽ ശ്രുതിക്കാണെങ്കിൽ അച്ഛനോട് ഒട്ടും താല്പര്യം ഇല്ലാതെ വന്നത്. കാരണം സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നിട്ട് പോലും അച്ഛൻ പണത്തിന്റെ പുറകെ നടന്നു. ആ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത്. മോളെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ട കഴിയുമ്പോൾ ശ്രുതി ഒരു അന്താളിപ്പോടെ നിൽക്കുവാണ്. ഇയാൾ ഇത് എന്തൊക്കെയാ എൻ്റെ ഭഗവാനെ പറഞ്ഞ് പിടിപ്പിച്ചുകൊണ്ട് വരുന്നത്? ഇതിനെല്ലാം താൻ ഇനി ഇപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴത്തേൻ്റെ ഇടയ്ക്ക് എപ്പോഴും ചോദിച്ചു കഴിയുമ്പോൾ എല്ലാത്തിനും ഉത്തരം കൊടുക്കേണ്ടതാണല്ലോ. ഇയാൾ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞു വിട്ടാൽ താൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ശ്രുതി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.